നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. സർക്കാരും ഗവർണറും തമ്മിലുള്ള പോര് ഇവിടെ തുടരുന്നതിനിടയിലേക്ക് ഇപ്പോൾ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ എത്തുകയാണ്. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ നാളെ രാത്രി 10 മണിയോടെ തിരുവനന്തപുരത്തെത്തും. 2 പരിപാടികളാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി തിരുവനന്തപുരത്ത് പങ്കെടുക്കുന്നത്. BJP സംസ്ഥാന ഓഫീസ് ഉദ്ഘാടനത്തിന് ശേഷം പുത്തരിക്കണ്ടം മൈതാനത്തും പൊതുപരിപാടിയുണ്ടാവും. ജൂലൈ 12-ന് തിരുവനന്തപുരത്തെ പരിപാടികൾ പൂർത്തിയാക്കി വൈകിട്ട് 4 മണിയോടെ അദ്ദേഹം മടങ്ങും വഴി കണ്ണൂരിലിറങ്ങി തളിപ്പറമ്പ് രാജരാജേശ്വര ക്ഷേത്ര ദർശനം നടത്തി രാത്രിയോടെയാണ് അദ്ദേഹം ഡൽഹിക്ക് പോകുന്നത്. തിരുവനന്തപുരം പുത്തരിക്കണ്ടം മൈതാനത്ത് ശനിയാഴ്ച രാവിലെ 11 മണിക്കാണ് BJP വാർഡ് തല പ്രതിനിധികളുടെ യോഗത്തിൽ കേരളം മിഷൻ 2025 അമിത്ഷാ പ്രഖ്യാപിക്കുന്നത്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മുന്നേറ്റം ലക്ഷ്യമിട്ട് BJP നടത്തുന്ന സംഘടനാ തല പ്രചാരണത്തിന് ഇതോടെ ഔദ്യോഗിക തുടക്കമാകും. ആലപ്പുഴ, കൊല്ലം, പത്തനംതിട്ട, തിരുവനന്തപുരം ജില്ലകളിലെ 5000 വാർഡ് പ്രതിനിധികൾ സമ്മേളനത്തിൽ പങ്കെടുക്കും. ബാക്കിയുള്ള 10 ജില്ലകളിലെയും വാർഡ് പ്രതിനിധികൾ പഞ്ചായത്ത് തലത്തിൽ ഒന്നിച്ച് ഈ യോഗത്തിൽ വെർച്വലായി പങ്കെടുക്കും. BJP വാർഡ് ഭാരവാഹികളല്ല, വികസിത ടീം എന്ന പേരിൽ രാജീവ് ചന്ദ്രശേഖർ പ്രസിഡന്റായ ശേഷം ഓരോ വാർഡിലും പ്രത്യേകം തിരഞ്ഞെടുത്ത 5 പേരാണ് യോഗത്തിൽ പങ്കെടുക്കുക. കേരളത്തിലെ ഏകദേശം 17,900 വാർഡുകളിൽ BJPക്ക് ഭാരവാഹികളുണ്ട്. ഇതിൽ 10,000 വാർഡുകളിൽ ജയമാണ് ലക്ഷ്യം. നിലവിൽ 1650 വാർഡുകളിലാണ് BJP ജയിച്ചത്. 10 നഗരസഭകളും തിരുവനന്തപുരം, തൃശൂർ കോർപ്പറേഷനുകളും ലക്ഷ്യമിടുന്നുണ്ട്. ആ ഒരു സാഹചര്യമൊക്കെ തന്നെ ലക്ഷ്യമിട്ടുകൊണ്ടാണ് ഇപ്പോൾ ആഭ്യന്തരമന്ത്രി അമിത്ഷാ കേരളത്തിലേക്ക് എത്തുന്നത്. പക്ഷേ ഇവിടെ നടക്കുന്ന പല കാര്യങ്ങളും ഇപ്പോൾ കേന്ദ്രത്തിനെതിരായിട്ടുള്ളതാണ്. ഗവർണറുടെ പല നിലപാടുകൾക്കെതിരെയും ഇപ്പോൾ വലിയ രീതിയിൽ തന്നെ SFIയും DYFIയും CPM ഒക്കെ തന്നെ പ്രതിഷേധവുമായി രംഗത്ത് വരുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. ഭാരതാംബ വിവാദമടക്കം കേന്ദ്രം എന്തായാലും അറിഞ്ഞു കാണും. ഈ ഒരു സാഹചര്യത്തിലേക്കാണ് ഇപ്പോൾ അമിത്ഷായും എത്തുന്നത്. അതേസമയം തന്നെ ഇന്ന് സംസ്ഥാന സർക്കാരിനെ പ്രശംസിച്ചാണ് ഗവർണർ രാജേന്ദ്ര ആർലേക്കർ രംഗത്ത് വന്നത്. 2023-24 വർഷം രാജ്യത്തെ ആരോഗ്യ മേഖലയിൽ കേരളം 4ാം സ്ഥാനത്താണ്. ഇത് മികച്ച നേട്ടമാണ്. സർക്കാരിന്റെ ഇടപെടലില്ലാതെ ഇത് സാധ്യമാകില്ലെന്നും ഇക്കാര്യത്തിൽ എല്ലാവരും സർക്കാരുമായി ചേർന്ന് പ്രവർത്തിക്കണമെന്നും ഗവർണർ വ്യക്തമാക്കി. എന്നാൽ സർവകലാശാല പ്രശ്നങ്ങളിൽ ഗവർണർ രാജേന്ദ്ര ആർലേക്കർ ഒറ്റവാക്കിൽ മറുപടി നൽകി. ഇവിടെ അകത്തും പലത് നടക്കുന്നുണ്ടല്ലോ, അത് കവർ ചെയ്യുക എന്നായിരുന്നു അദ്ദേഹത്തിന്റെ മറുപടി. സ്കൂൾ കരിക്കുലത്തിൽ ഫസ്റ്റ് എയ്ഡ് പാഠങ്ങൾ ഉൾപ്പെടുത്താനുള്ള ശ്രമങ്ങൾക്ക് ആരോഗ്യ വകുപ്പിനെ ഗവർണർ അഭിനന്ദിച്ചു. കേരളം പല സംസ്ഥാനങ്ങൾക്ക് മാതൃകയാണെന്നും പ്രശംസിച്ചു. പരിപാടിയിൽ മന്ത്രി വി ശിവൻകുട്ടിയും അതിഥിയായിരുന്നെങ്കിലും പങ്കെടുത്തില്ല. മന്ത്രിസഭാ യോഗം കഴിയാത്തതിനാൽ പരിപാടിയിൽ പങ്കെടുക്കാനാകില്ലെന്നായിരുന്നു മന്ത്രിയുടെ ഓഫീസ് വിശദീകരിച്ചത്. എന്നാൽ മന്ത്രിയുടെ ഔദ്യോഗിക പരിപാടികളുടെ ലിസ്റ്റിലും ഗവർണറുടെ പരിപാടി ഉൾപ്പെടുത്തിയിരുന്നില്ല. അകത്തും പുറത്തും ഇടതു യുവജന സംഘടനകൾ നടത്തിയ പ്രതിഷേധം സംഘർഷത്തിൽ കലാശിച്ചതോടെ കഴിഞ്ഞ 2 ദിവസമായിട്ട് ഒരു കലാപശാലയായി കേരളം മാറിയിരിക്കുകയാണ്. സർവകലാശാല ആസ്ഥാനത്ത് കഴിഞ്ഞ 2 ദിവസവും അതിശക്തമായിട്ടുള്ള പ്രതിഷേധക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. സർവകലാശാലയ്ക്കകത്ത് ASF പ്രവർത്തകരും പുറത്ത് DYFI പ്രവർത്തകരുമാണ് പ്രതിഷേധവുമായി എത്തിയത്. ASF പ്രവർത്തകരെ പോലീസ് ബലം പ്രയോഗിച്ച് അറസ്റ്റ് ചെയ്ത് മാറ്റി. പുറത്ത് DYFI പ്രവർത്തകർ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുകയാണ്. ASFും DYFIയും പ്രതിഷേധം ശക്തമാക്കിയതോടെ പോലീസ് പലവട്ടം ജലപീരങ്കി പ്രയോഗിച്ചു. തുടർന്ന് അകത്ത് പ്രതിഷേധിച്ച ASF പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കുകയായിരുന്നു. സർവകലാശാല ഗേറ്റിന് പുറത്ത് പ്രതിഷേധിക്കാനാണ് തീരുമാനമെന്നും DYFI നേതാക്കൾ പറഞ്ഞു. വേണമെന്ന് വെച്ചാൽ ഏത് കോട്ടക്കൊത്തളത്തിന് അകത്തും കയറാൻ ശേഷിയുള്ള സംഘടനയാണ് DYFI എന്നും നേതാക്കൾ പറഞ്ഞു. അതേസമയം VCയുടെ ഉത്തരവ് തള്ളി രജിസ്ട്രാർ KS അനിൽകുമാർ കേരള സർവകലാശാലയിലെ ഓഫീസിലെത്തി. രജിസ്ട്രാർ ഡോക്ടർ KS അനിൽകുമാറിന്റെ സസ്പെൻഷൻ തുടരുകയാണെന്നും ഓഫീസിൽ കടക്കാൻ അനുവദിക്കരുതെന്നും VC ഡോക്ടർ മോഹൻ കുന്നുമ്മൽ നിർദ്ദേശം നൽകിയിരുന്നെങ്കിലും അത് പാലിക്കാൻ സർവകലാശാല സുരക്ഷാ ഉദ്യോഗസ്ഥർ തയ്യാറായില്ല. രാവിലെ ക്യാമ്പസിലെത്തിയ രജിസ്ട്രാർ യാതൊരു തടസ്സവും കൂടാതെ ഓഫീസിൽ പ്രവേശിച്ചു. നിയമത്തിന്റെ വഴിക്ക് പോകുമെന്നും അനിൽകുമാർ പറഞ്ഞിരിക്കുകയാണ്.